എൻ്റെയൊക്കെ കാശ് കളയണ ഒരു സെക്ഷനാട്ടോ ഇതുണ്ടോ നമ്മുടെ തേങ്ങ ചിരകിയത്, ഏറ്റവും ഫേവറേറ്റ് സാധനങ്ങൾ. കപ്പയ്ക്ക് ഇതുപോലെ നമുക്ക് റെഡി കരിവേപ്പില, മലബാർ പൊറോട്ട, ഇതൊക്കെ അത്യാവശ്യം കറി അല്ലായിരുന്നു ഏട്ടാ. കുറെ സാധനങ്ങളാണല്ലോ ഫ്രണ്ടിൽ. താഴത്തെന്തോട് കൊടയാ. അപ്പൊ ഇത് അരുൺ ജോസഫ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ കുറെ നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ജർമ്മനിയിലെ ഒരു ഏഷ്യൻ സ്റ്റോറിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുക. അപ്പൊ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും, പിന്നെ കുറെ ആൾക്കാർ നമ്മളോട് ചോദിച്ചായിരുന്നു നാട്ടിലെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുമോ എന്നൊക്കെ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ ഒരു യാത്രയിൽ മറ്റൊരു കടയിലെ വിശേഷങ്ങൾ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാനും റോസ്മോളും ഉണ്ട്, അരുണേട്ടനും ഉണ്ട്. അപ്പൊ അരുണേട്ടനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അരുണേട്ടൻ വണ്ടി ഓടിച്ചോ? നാട്ടിലെവിടെയാന്ന് പറഞ്ഞു? നാട്ടിൽ ഞാൻ കണ്ണൂർ ഇരിട്ടി. കണ്ണൂരുകാരനാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഡിപ്പോയില് അരുണേട്ടനും ഇങ്ങോട്ടേക്ക് പുതിയതായിട്ട് വന്നതാ. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര ആളായിരുന്നു ഏട്ടാ? 2 മാസം. 2 മാസം. ഇപ്പൊ ജർമ്മനിയിൽ വന്നിട്ട് 10 മാസം അല്ലേ? ഓക്കെ ഓക്കെ. നേരത്തെ അരുണേട്ടൻ മാൾട്ടയിലായിരുന്നു. അപ്പം ഞങ്ങൾ മാൾട്ട തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. ഒരാളും കൂടെ ഉണ്ട്, പ്രസീതി ചേട്ടനുണ്ട്. ചേട്ടനിപ്പോൾ ഡ്യൂട്ടിയില്ല. അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അരുണേട്ടനെ കൂടുതൽ പരിചയപ്പെടുത്താം. നമ്മൾ ബലം പിടിച്ചിരിക്കാതെ ചിരിക്കി. വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ആള് ബലം പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ജർമ്മനിയിലെ NRW സ്റ്റേറ്റിൽ സീഗ്ബുർഗ് ഡിസ്ട്രിക്റ്റിലെ ഐട്ടോഫ് എന്ന് പറഞ്ഞൊരു ചെറിയ സിറ്റിയിലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്ത്, നമുക്ക് ഐട്ടോഫിൽ വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് മുൻപ് നമ്മൾ ട്രിയറിലായിരുന്നു. അപ്പോൾ സ്ഥിരം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഐട്ടോഫിൽ അടുത്തായിട്ട് നമുക്ക് ഉള്ളൊരു ഏഷ്യൻ സ്റ്റോർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറാണ്. വേറെ സ്റ്റോറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കൂടുതലും പോകാറുള്ളത് ഈ ഒരു ബോൺലെസ് സ്റ്റോറിലാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് കൊളോൺ, അതുപോലെ തന്നെ കോബ്ലൻസ് ഒക്കെ വലിയ ഡിസ്റ്റൻസിലല്ല എങ്കിലും വീട്ടിൽ നിന്ന് നമുക്കൊരു 26 അല്ലെങ്കിൽ 30 കിലോമീറ്റർ താഴെയാണ് ബോണിലേക്കുള്ളത്. അപ്പം ഞങ്ങൾ എപ്പോഴും ഈ ഒരു സ്റ്റോറിലാണ് പോകാറുള്ളത്. ഇതൊരു ഏഷ്യൻ സ്റ്റോറാണ്. ഒരു ശ്രീലങ്കൻ അവരെ ഫാമിലിയാണെന്ന് തോന്നുന്നു നടത്തുന്നത്. അവിടെ ഒരു അണ്ണനാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. അപ്പം അത്യാവശ്യം നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ സമ്മറാന്ന് പറഞ്ഞാലും എപ്പോഴും ഇതുപോലെ മഴ പെയ്യും, പിന്നെ വെയിലാകും. ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇപ്പം നമ്മൾ ബോൺ സിറ്റിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സിറ്റിയിലേക്ക് പോകണ്ട, കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു ഷോപ്പുള്ളത്. ഇത് ശരിക്കും ജർമ്മനിയുടെ പഴയ ക്യാപിറ്റലാണ് ബോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു പഴയ കാലത്തെ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ ലൊക്കേഷൻ, ഈ സ്ഥലത്ത് ഇനിയിപ്പോൾ ജർമ്മനിയിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്തുള്ളവർക്കും എല്ലാവർക്കും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഇതിൻ്റെ താഴത്ത് കൊടുത്തേക്കാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ സ്ഥിരം പോകുന്നൊരു കടയാണ്. അവിടുത്തെ അണ്ണനൊരു പാവം മനുഷ്യനാട്ടോ. അപ്പോൾ ചുമ്മാ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കുറേ ആൾക്കാർ നമ്മളോട് എപ്പോഴും ചോദിക്കാറുമുണ്ട്, നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വാങ്ങുന്നതെന്നൊക്കെ. അപ്പോൾ അതെല്ലാം കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചെടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ കടയിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 200 മീറ്ററും കൂടെ ഉള്ളൂ. ഈ ഭാഗത്തും കണ്ടു അല്ലായിരുന്നോ? ഇവിടുന്ന് റൈറ്റ് സൈഡ്. ഇവിടെ വന്ന് കയറും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ അപ്പുറത്തെ വഴി കൂടെ വരാറുള്ളത്. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് കേട്ടോ ഷോപ്പ്. ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ പേര്. അപ്പം നമ്മളിന്ന് വന്നത് അരുണിയേട്ടൻ്റെ കാറിനാണ് കേട്ടോ. നമ്മുടെ വണ്ടി എടുത്തില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്. കൊളംബോ ബസാർ, ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയും. ഇവിടെ അരിയുടെ സെക്ഷൻ.
அண்ணா நல்லா இருக்குதா? நல்லா இருக்கு. ഇതാണ് നമ്മുടെ കട. ഇതുണ്ട് നമ്മുടെ ആശീർവാദിൻ്റെ ആട്ട, അതുപോലെ തന്നെ റൈസുകളെല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ നാട്ടിലെ കുത്തരിയൊക്കെ. ഇതിപ്പോൾ പെരിയാറിൻ്റെ കുത്തരിയാണ് കേട്ടോ ഉള്ളത്. ശരിക്കും നമ്മൾ ഡബിൾ ഹോഴ്സ് അങ്ങനെ കുറേ ഉണ്ടാകാറുണ്ട്. ഇപ്പം നമുക്കിവിടെ പെരിയാറിൻ്റെ കുത്തരി മാത്രം. അത് 10 കിലോയുടെ പാക്കറ്റും 5 കിലോയുടെ പാക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ പല പല ടൈപ്പ് അരികളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ പൂജാ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. നമുക്ക് ശരിക്കും എങ്ങനെയാണ് കടയിൽ വന്ന് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു പോവാം. നമ്മുടെ സാധനങ്ങളും എല്ലാം കാണുവാണെങ്കിൽ കാണിക്കാം. പിന്നെ അച്ചാറുകളൊക്കെ കേട്ടോ, പെരിയാറിൻ്റെയൊക്കെ കണ്ടോ അച്ചാർ ഐറ്റംസ്, അതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുപോലെ കുറേ മസാലകൾ. ഈ മസാലകൾ നമ്മുടെ നാട്ടിലെ മസാലകളല്ല, ഇതൊക്കെ നാട്ടിലെ മസാലകളാണെന്ന് തോന്നുന്നു. അച്ചി മസാല, അത് തമിഴ്നാട് മസാലകളൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് ഫ്രോസൺ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ പൊറോട്ട, അതുപോലെ തന്നെ കോക്കനട്ട്, അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഈ സെക്ഷനിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, ഫിഷൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള ചെമ്മീൻ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അയില പോലത്തെ, അയില തന്നെയാണ് അത് നാട്ടിലെ, അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതുപോലെ കലം, ചട്ടി, പാത്രങ്ങൾ, ബിരിയാണി ചെമ്പല്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ ഇതുണ്ട് ഏലക്ക, കണ്ടോ. അതുപോലെ നമ്മുടെ പയർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ മസാലകൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ മസാല ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ചെറുപയർ കണ്ടോ, പയർ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഈ ഒരു സെക്ഷനിലേക്കാണ് വന്നത്. ഈ ഡെയിലി ഡിലൈറ്റിൻ്റെ പ്രോഡക്റ്റ് ഇപ്പോൾ ഓൾ ഓവർ യൂറോപ്പിലും അതുപോലെ UK എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഫ്രോസണായിട്ട് ഇതുപോലെ ഇതുണ്ടോ, പുട്ടും കറിയും, അതുപോലെ തന്നെ തോരൻ, അവിയൽ, അതുപോലെ തന്നെ ഹൽവ. ഡെയിലി ഡിലൈറ്റിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഉണ്ടോ, വെള്ളയപ്പം, ഇതൊക്കെ റെഡി ടു ഈറ്റാണ്. നമ്മൾ ജസ്റ്റ് മേടിക്കുക, ഒന്ന് ഹീറ്റ് ചെയ്യുക, ഓവനിൽ വെക്കുക, കഴിക്കുക. അതുപോലെ തന്നെ ചക്കയൊക്കെ, ചക്കയല്ലേ, ഇത് നമ്മുടെ കടച്ചക്ക പോലത്തെ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ, മറ്റേ ചക്കയല്ല. അതുപോലെ തന്നെ സാമ്പാർ കഷ്ണങ്ങൾ ഇരിക്കുന്നുണ്ടോ, സാമ്പാർ കഷ്ണങ്ങൾ, സാമ്പാർ കഷ്ണങ്ങൾ, ഇതൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് കേട്ടോ. പിന്നെ ഇതുപോലെ തന്തൂരി, ഗാർലിക് നാൻ, അതെല്ലാം അതിൻ്റെയൊക്കെ ഫ്രോസൺ ഐറ്റംസ്. പിന്നെ ഉണ്ട് കേട്ടോ, മെയിനായിട്ട് ഞങ്ങളൊക്കെ എപ്പോഴും വരുമ്പോൾ മേടിക്കുന്ന സാധനമാണ് ഇതുപോലത്തെ കോക്കനട്ട്, നമ്മുടെ തേങ്ങ ചിരകിയത്. ഇത് ഫ്രോസണായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ പൊറോട്ട, സമൂസ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. വേറെ സാധനം കാണിച്ചു തരാം കേട്ടോ, കപ്പ. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സാധനങ്ങൾ. കപ്പയൊക്കെ ഇതുപോലെ നമുക്ക് റെഡി ആക്കിയിട്ട് പാക്ക് ചെയ്ത് വരുന്നതാണ്, ഫ്രോസണാണ്. പിന്നെ നാട്ടിലെ പൊറോട്ടയുടെയൊക്കെ പല പാക്കറ്റുകളുണ്ട് കേട്ടോ, പല ടൈപ്പ് ഉണ്ട്. ഇതുണ്ടോ, ഡെയിലി ഡിലൈറ്റിൻ്റെ മലബാർ പൊറോട്ട. ഇതൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങളാണ്. ഇത് നമ്മൾ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ
ഫ്രോസൺ ആയതുകൊണ്ട് നമ്മൾ ചൂടാക്കി കഴിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അടുത്ത ഷോപ്പുകളൊക്കെ ആയിട്ട്. പക്ഷെ സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിളാണ്. ഇതുണ്ടോ, നമ്മുടെ അയിലക്കറി വരെ ഉണ്ട്. അയിലക്കറി അല്ലേ ഇത്? ഇതുണ്ട് നമ്മുടെ അയിലക്കറിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് അയിലക്കറി അല്ലായിരുന്നു ചേട്ടാ, ഉണ്ടോ? അതുവരെയും നമുക്ക് മേടിച്ചങ്ങ് കഴിച്ചാൽ മതി. അതെന്താ, കൂന്തല? ഇതല്ലോ ഞണ്ടോ? ആ, ഓക്കെ ഓക്കെ. ഏത് സാധനം വേണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നല്ല കേട്ടോ, ജർമ്മനിയിലെ മിക്ക സ്റ്റോറുകളിലും നമുക്ക് ഇതുപോലെ സാധനങ്ങൾ കിട്ടും. അപ്പം നാട്ടിൽ നിന്ന് വില വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പുമാവ് ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് കേട്ടോ ഇത്. പെരിയാറിൻ്റെ ഇതുണ്ടോ, ഇൻസ്റ്റൻറ്റ് ദോശ മിക്സ്, പുട്ടുപൊടി, ഇടിയപ്പത്തിൻ്റെ പൊടി, ഡബിൾ ഹോഴ്സിൻ്റെ പാലപ്പം, അങ്ങനെ എല്ലാ സാധനവും കിട്ടും. ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഉണ്ടോ. ദോശ മിക്സുകൾ, നമ്മുടെ പപ്പടം, നാട്ടിലെ പപ്പടം, പണ്ടത്തെ പോലെയല്ല കേട്ടോ, ഇപ്പോൾ ലോകത്തെവിടെയും നമ്മുടെ സാധനങ്ങളെല്ലാം കിട്ടും. അതുപോലെ തന്നെ പച്ചക്കറിയുടെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പച്ചമുളക്, വെണ്ടയ്ക്ക, മാങ്ങ, പടവലങ്ങ, ഇതൊക്കെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ എല്ലാം. മുരിങ്ങക്കോലൊക്കെ നല്ല ഫ്രഷ് മുരിങ്ങക്കോലൊക്കെ ഉണ്ട്. മല്ലിയില, കോവയ്ക്ക, അങ്ങനെ ഒരു അത്യാവശ്യം അവിയലും സാമ്പാറും വെക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഏത്തയ്ക്ക, അതുപോലെ തന്നെ തേങ്ങ, ചില സമയത്ത് ഫ്രഷ് കപ്പ ഉണ്ടാവും. അതുപോലെ നമ്മുടെ കരിവേപ്പില, അങ്ങനെ പച്ചക്കറിയുടെ ഒരു അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഫ്രഷ് വരുന്ന ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഉണക്കമീനിൻ്റെയൊക്കെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഉണക്ക ചെമ്മീനുണ്ട്. പിന്നെ ശരിക്കും എൻ്റെയൊക്കെ കാശ് കളയണ ഒരു സെക്ഷനാട്ടോ ഇത്. നമ്മുടെ മിച്ചർ, പക്കാവട, അതുപോലെ തന്നെ കാവറുത്തത്, അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു പോകും. കണ്ടോ, മുറുക്ക്, നമ്മുടെ അവിടെ ഞുറുക്ക് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെ മേടിക്കാതിരിക്കും. പിന്നെ ഇതുപോലെ ഡിവോഷണൽ ആയിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടോ, ഇതൊക്കെ സെയിലിനുള്ളത് തന്നെ കേട്ടോ. എല്ലാ മറ്റേ ദൈവങ്ങളുടെ എല്ലാം ഫോട്ടോസുണ്ട്. അതുകൂടാതെ അവിടെയും ഉണ്ട് കുറേ. ഇപ്പോൾ പുതിയതായിട്ട് വീടൊക്കെ മാറുന്ന അല്ലേ, മുകളിൽ വേളാങ്കണ്ണി മാതാവൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇവിടെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, കുറേ പാത്രങ്ങൾ, ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതുണ്ട് മുറം. അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങൾ, കുക്കർ, മിക്സി, ഇതിൻ്റെയൊക്കെ ഒരു വലിയ സെക്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. നമ്മുടെ പച്ചമാങ്കോ മിഠായി. അത് ഇതാണ് പച്ചമാങ്കോ മിഠായി. ഇതും മാങ്കോ അല്ലേ? ഇത് നമ്മുടെ നാട്ടില്. നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മെയിനായിട്ട് അരി മേടിക്കാനാണ് നമ്മൾ വന്നത്. പുളി നമ്മൾ പർച്ചേസ് കഴിഞ്ഞിട്ടോ. ഇതാണ് ഞങ്ങളുടെ അണ്ണൻ രഞ്ജൻ. ഊര് ശ്രീലങ്ക. ഓക്കെ ഓക്കെ. അപ്പൊ ശരി അണ്ണാ,
ഓക്കെ, ഇനി വരുമ്പോൾ ബാക്കി. ശരിയാണ്. അപ്പം നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് പോവാണ്. ഓക്കെ, അപ്പം നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഷോപ്പ്. അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. മെയിനായിട്ട് അരി വാങ്ങാനാണ് നമ്മൾ വന്നത്. അരി വാങ്ങി. പിന്നെ ജർമ്മനിയിൽ ഒരുപാട് കടകളുണ്ട്. മലയാളി കടയുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഷോപ്പുകൾ, ഏഷ്യൻ സ്റ്റോർ, അങ്ങനെ ഒത്തിരി കടകൾ ജർമ്മനിയിൽ പല ഭാഗത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങളുടെ റേറ്റ് നമ്മൾ എടുത്ത് കാണിക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ചില സാധനങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലോ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനിപ്പോൾ നമുക്കത് അറിയത്തില്ല. നമ്മളിങ്ങനെ വരുമ്പോൾ ശരിക്കും അങ്ങനെ റേറ്റ് ഒന്നും നോക്കാറില്ല. കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെയൊക്കെ വ്യത്യാസത്തിൽ റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ മാറ്റം വരും. അപ്പം അതുകൊണ്ടാണ് ഓരോ സാധനങ്ങളുടെ റേറ്റ് ഒന്നും കാണിക്കാതിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ബോൺ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രാം പോകുന്ന ട്രാമൊക്കെ നമ്മുടെ വീഡിയോസിൽ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഹാലയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആ കടയുടെ ലൊക്കേഷൻ താഴത്ത് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഇവിടെ വല്ലതും ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഇവിടെ സ്ഥിരം വന്ന് വാങ്ങുന്ന ഒത്തിരി പേരുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് നമുക്കൊരു വീഡിയോ കുറേ നാളായിട്ട് എടുക്കാത്തത് കൊണ്ടൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി എടുത്താണ്. പിന്നെ നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ നല്ലതായിട്ട് തോന്നുകയും കൂടെ ചെയ്ത കാരണം അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ, ബോണ് അടുത്തായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കടയും ഇവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, കപ്പലണ്ടി മിഠായി. കപ്പലണ്ടി മിഠായിയുടെ പീനട്ട് ലഡു എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ കാശുകൾ പോകും. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിച്ച് കഴിക്കാനായിട്ട് തോന്നും. ഓക്കെ, ഏതെങ്കിലും ഒരു സാധനം നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഇതാട്ടോ നമ്മൾ ലഡു ഒക്കെ വാങ്ങുന്നത്. ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഈ ഡെയിലി ഡിലൈറ്റിൻ്റെയാണ് അവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു വേറെ കമ്പനിയുടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരുടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ പറയും ഫ്രോസണൊക്കെ കഴിക്കുന്നത്, പക്ഷെ നമുക്കിത് കഴിച്ചിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല. നമ്മൾ ഒരുപാട് നേരം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്ത് വെച്ചിട്ട് കഴിക്കരുതെന്നേ ഉള്ളൂ. ഇതാണ് ലഡു, നമ്മുടെ നാട്ടിലെ ലഡു തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമ്മളവിടെ വന്നപ്പോഴത്തേക്കും വെറുതെ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ തീർത്തു കേട്ടോ. അറിഞ്ഞേട്ടാ? ഓക്കെ, അപ്പോൾ ശരി എന്നാ.